സ്ലോ പോയിസണിങ് ആയിരുന്നു ഇവരുടെ ലക്ഷ്യം, കൊല്ലുക തന്നെയായിരുന്നു ലക്ഷ്യം. അതിൽ കോടതിക്കൊരു സംശയമില്ല. ഇറ്റ്സ് പ്ലാൻഡ് മർഡർ എന്ന് കോടതി പറയുന്നു. ഇങ്ങനെ ചെയ്ത ഒരാൾക്ക് വധശിക്ഷ നൽകരുത് എന്ന് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകരായ ശാസ്തമംഗലം അജിത്തിനോട് ജഡ്ജ് പറയുന്നതാണ് കണ്ടത്. നരകിച്ചാണ് ഷാരോൺ മരിച്ചത്. ഇറ്റ്സ് ബ്രില്യൻ ക്രൈം, ബ്രൂട്ടൽ ക്രൈം എന്ന് കോടതിയുടെ വാക്കുകൾ ഉദ്ദേശിച്ചാൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഷാരോൺ മാനസിക നില തകർന്ന നിലയിലായിരുന്നു എന്ന് കോടതി പറയുന്നു. അതിന് കോടതി തന്നെ ഉപയോഗിച്ച വാക്ക് ഭ്രാന്തിൻ്റെ അവസ്ഥയിലായിരുന്നു ഷാരോൺ എന്ന് പറയുന്നു. മനുഷ്യനല്ലാതായി മാറുന്ന അവസ്ഥയിലായിരുന്നു ഷാരോൺ ഉള്ളത്. അക്കാര്യം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി പറയുന്നു. അതിനുശേഷമാണ് ഓരോ വകുപ്പ് പ്രകാരം എന്താണ് ശിക്ഷ എന്ന് കോടതി പറയുന്നത്. ആദ്യം 328 പ്രകാരം 5 വർഷം തടവെന്ന് പറഞ്ഞു. പിന്നീട് തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കോടതി വിധിച്ചു. അതിനുശേഷമാണ് കൊലപാതകത്തിന് വധശിക്ഷ, പരമാവധി ശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് വധശിക്ഷയും 2 ലക്ഷം രൂപ ഫൈനും എന്ന് കോടതി വിധിച്ചത്. നിർമ്മലകുമാരൻ എന്ന അമ്മാവന് 3 വർഷ തടവും ഒപ്പം 50,000 രൂപ പിഴയുമാണ് സഹിച്ചത്. ഈ സമയത്ത് നമുക്കും കൂടി സഹിക്കാൻ പറ്റാത്ത അവസ്ഥ കോടതിയിലുണ്ടായി. ഷാരോണിൻ്റെ മാതാപിതാക്കൾ, സഹോദരൻ കോടതിക്കകത്തുണ്ടായിരുന്നു. അവർ വിങ്ങിപ്പൊട്ടി കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം കോടതി നടപടി അവസാനിക്കുന്ന സമയത്ത് കോടതിയുടെ മുമ്പിലേക്ക് ആദ്യം അച്ഛൻ കയറി നിന്നു. ഷാരോണിൻ്റെ അച്ഛൻ കയറി നിന്നു. കൈകൂപ്പി ജഡ്ജിന് മുന്നിൽ കുമ്പിട്ട് കൈകൂപ്പി നിൽക്കുന്ന, കൈയോടെ നിൽക്കുന്ന ഒരു അച്ഛനെ കണ്ടു. അതിനുശേഷം അച്ഛൻ അവിടെ നിന്ന് മാറിയതിനു ശേഷം ഷാരോണിൻ്റെ അമ്മയും കയറി വന്നു. അമ്മയും അച്ഛൻ ചെയ്തതുപോലെ ജഡ്ജിനെ നോക്കി കൈകോടെ. ഈ വിധിയിൽ അവർ സംതൃപ്തരാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അവരുടെ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം മാത്രമേ വരികയുമുള്ളൂ. എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ കൊലയാണ് എന്ന പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായും അംഗീകരിച്ചാണ് കോടതി വധശിക്ഷയിലേക്ക് കടന്നത്. സുജയ. ഓക്കെ, സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ഉണ്ട്. സുനിഷയിലേക്ക് പോയതിനു ശേഷം ഞാൻ റഹീസിലേക്ക് തിരികെ എത്താം. സുനിഷ അയ്യല്ലൂർ, കോടതി വളപ്പിൽ കാത്തിരുന്നവരെല്ലാം വധശിക്ഷയാണോ എന്ന ഒറ്റ ചോദ്യമേ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. വിധി പ്രസ്താവം വരുന്നതുവരെ ജഡ്ജ് താൻ പുറത്തുള്ള ഒരു കാര്യങ്ങളുമല്ല നോക്കുന്നത്, മാധ്യമങ്ങളിൽ വന്ന ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല താൻ നോക്കുന്നത്, കേസിന്റെ മെറിറ്റ് മാത്രം പരിഗണിച്ചുകൊണ്ട് ആ കേസിന്റെ മെറിറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എത്ര ക്രൂരമായാണ് ഈ ശിക്ഷാവിധി ഗ്രീഷ്മ നടപ്പാക്കിയത്. ഷാരോണിനെ ഒഴിവാക്കുന്നതിനായി ഗ്രീഷ്മ കണ്ടെത്തിയ ക്രൂരമായ വഴി, അത് കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു വിധി പ്രസ്താവം തന്നെയല്ലേ നമ്മളിപ്പോൾ കണ്ടത്. സുനിഷ. ഉറപ്പായിട്ടും സുജയ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ജഡ്ജി പറഞ്ഞ ഇത് തന്നെ മീഡിയയിൽ വന്നതല്ല, ഒപ്പം മെറിറ്റ് നോക്കി മാത്രമാണ് ഇതിൽ തീരുമാനം എടുക്കുന്നത് എന്നത് തന്നെയായിരുന്നു. ഒരുപക്ഷെ തുടക്കം മുതൽ തന്നെ ജഡ്ജി ഈ വിഷയത്തിൽ വാദം പറയുമ്പോഴൊക്കെ തന്നെയും തുടക്കം മുതൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ വാദത്തെ ശരിവെച്ചുകൊണ്ടും പ്രതിഭാഗം പറഞ്ഞതിനെ തള്ളിക്കൊണ്ടും തന്നെയായിരുന്നു തുടക്കം മുതൽ പറഞ്ഞത് എന്ന് തന്നെയാണ്. അതിൽ തന്നെ പ്രധാനമായും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പ്രധാന ആവശ്യം, അല്ലെങ്കിൽ ഷാരോണിന്റെ കുടുംബം പറഞ്ഞ പ്രധാന ആവശ്യം, അത് വധശിക്ഷയിൽ കുറഞ്ഞ ഓരോ കാര്യവും ഗ്രീഷ്മയ്ക്ക് നൽകരുത് എന്നത് തന്നെയായിരുന്നു. അത് തന്നെയാണ് കോടതിയും ഇന്ന് നിരീക്ഷിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. വധശിക്ഷ തന്നെ നൽകിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ സെൻസേഷണലായ ഒരു കേസ്, ഒപ്പം തന്നെ ഒരു ബ്രില്യൻ ക്രൈം ഇവിടെ നടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും ആസൂത്രിതമായി ചെയ്തൊരു കാര്യം എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പ്രതിഭാഗം പറഞ്ഞതുപോലെ ഒരു സാഹചര്യം വെച്ചോ അല്ലെങ്കിൽ ഷാരോൺ നേരത്തെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയതോ കൊണ്ടോ ആ സാഹചര്യം വെച്ച് കൊലപ്പെടുത്താനുണ്ടായ കാരണമല്ല എന്നത് തന്നെയാണ്. പകരം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കൊലപാതക ശ്രമം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി നൽകുന്നതും ജ്യൂസ് ചാലഞ്ച് അടക്കം നടത്തുന്നതുമൊക്കെ അതിൻ്റെ ഉദാഹരണം മാത്രമാണ് എന്നതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കഷായത്തിൽ ഈ കീടനാശിനി കലർത്തി നൽകുന്നത്. കൃത്യമായ ആസൂത്രണം അതിൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനെ എന്നതിലപ്പുറം ഒരു നിഷ്കളങ്കമായ പ്രണയത്തെ കൂടി തകർത്തിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു ഈ കൊലപാതകത്തിലൂടെ എന്നതാണ്. അതും കോടതി നിരീക്ഷിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഈ കേസിൻ്റെ നാൾവഴികൾ പറയുമ്പോൾ, എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ കൃത്യമായി ഇവിടെ ഏതൊക്കെ രീതിയിലാണ് ഗ്രീഷ്മ ഈ പ്രണയത്തെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് അവനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയത് എന്നത് തന്നെയാണ് ജഡ്ജ് നിരന്തരം ആവർത്തിച്ച് കണക്കെടുത്തുകൊണ്ട് തന്നെ പറയുന്നത് എന്നതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഷാരോണിന് ഇതിലൊരു സംശയം തോന്നിയിരുന്നില്ല എന്നതുകൂടി ഈ പ്രണയത്തിൻ്റെ, ഈ യുവാവിൻ്റെ നിഷ്കളങ്കത എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ജഡ്ജ് പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഒക്ടോബർ 14-ാം തീയതിയാണ് കഷായം കുടിച്ച് ഛർദ്ദിച്ച് ആദ്യമായി നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് ചികിത്സ തേടുന്നത്. അതിനുശേഷം
ഗുളിക കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം വായിൽ വ്രണങ്ങളുമായാണ് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷാരോൺ എത്തുന്നത്. അതിനുശേഷം പിന്നീട് ഷാരോണിന് നിരന്തരമായി തന്നെ ആന്തരിക അവയവങ്ങൾ, ഈ ഒരുപക്ഷെ നേരത്തെ ഇന്നലെ പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ചുണ്ടു മുതൽ എല്ലാ ആന്തരിക അവയവങ്ങൾ പോലെ തകരാറിലാകുന്ന തരത്തിലേക്കായിരുന്നു ഈ കീടനാശിനി അദ്ദേഹത്തിൻ്റെ അകത്തേക്ക്, ഈ ഷാരോണിൻ്റെ അകത്തേക്ക് പോയത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ 11 ദിവസം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ ഗ്രീഷ്മയുടെ പേര് പറയാൻ ഷാരോൺ തയ്യാറായിട്ടില്ല എന്നതാണ്. അതിൽ എത്രത്തോളം ഗ്രീഷ്മയോടുള്ള പ്രണയമുണ്ട് എന്നത് മനസ്സിലാക്കാൻ കഴിയുമെന്നും നിയമ നടപടിക്ക് ഗ്രീഷ്മ വിധേയമാകരുത് എന്ന് എല്ലാ കാലത്തും ഷാരോൺ ആഗ്രഹിച്ചിരുന്നു, ആ സമയത്ത് പോലും ആഗ്രഹിച്ചിരുന്നു എന്നതുമാണ് ഈ ജഡ്ജ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ്. ഒരുപക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പോലും ഈ 11 ദിവസവും ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറയാൻ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് തൻ്റെ പെൺസുഹൃത്ത് തനിക്ക് കഷായം നൽകിയിരുന്നു എന്ന വിവരം തൻ്റെ പിതാവിനോടും ഒപ്പം തന്നെ ഈ സുഹൃത്തിനോടും ഷാരോൺ പറയുന്നത് എന്നതാണ്. അതിനുശേഷമാണ് ഈ വലിയ സംശയം ഗ്രീഷ്മയിലേക്ക് എത്തുന്നതും അങ്ങനെ കഷായത്തിൽ ഈ കീടനാശിനി കലർത്തിയ വിവരം പുറത്തേക്ക് അറിയുന്നതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതൊക്കെ തന്നെയാണ് ജഡ്ജി പ്രധാനമായും ആവർത്തിച്ച് എടുത്ത് കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷയും ഇതിൽ നൽകാനില്ല എന്നത് തന്നെയാണ് ജഡ്ജി അതിൽ വിശദീകരണം നൽകുകയും ചെയ്യുന്നത്. പ്രധാനമായും പ്രതിഭാഗം പറഞ്ഞതുപോലെ ഒന്ന് പ്രായത്തിൻ്റെ ഇളവ് എന്നതായിരുന്നു. പക്ഷേ പ്രായത്തിൻ്റെ ഇളവ് പറയുമ്പോൾ എങ്ങനെ ഗ്രീഷ്മയ്ക്ക് ആ പ്രായത്തിൻ്റെ ഇളവ് നൽകുമെന്നതായിരുന്നു ചോദ്യം. കാരണം ഷാരോണിനും അതേ പ്രായമാണ്. ഷാരോൺ നരകിച്ച് മരിച്ച ഒരു സ്ഥിതിയാണ്. ഈ 11 ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോഴുള്ള ഈ ഡോക്ടർമാരുടെ മൊഴിയിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഷാരോണിനും ഗ്രീഷ്മയ്ക്കും ഒരേ വയസ്സാണ്. അതിൽ എന്തിളവാണ് ഈ ഗ്രീഷ്മയ്ക്ക് മാത്രം നൽകേണ്ടത് എന്ന ചോദ്യമാണ് ജഡ്ജ് പറയുകയും ചെയ്തത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇളവ് നൽകേണ്ടതില്ല. ഒപ്പം തന്നെ ഇനിയും ഈ ഇളവ് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇതേ രീതി ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ജഡ്ജി എടുത്തു പറയുന്നത്. കാരണം ഇന്നലെ പ്രതിഭാഗം പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് ഈ പുനരധിവസിപ്പിക്കേണ്ട സാഹചര്യം അത് സമൂഹത്തിന് കൂടി ഇല്ലേ എന്നതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ചോദ്യം. പക്ഷേ അത്തരത്തിൽ മാനസാന്തരപ്പെടുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നത് തന്നെയാണ് ജഡ്ജ് ഈ വിധി പ്രസ്താവം നടത്തുമ്പോഴും ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിൽ മാനസാന്തരപ്പെടുമോ എന്നതിലൊന്നും തന്നെ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്നതാണ്. കാരണം ഇത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കൊലപാതകം നടത്തുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് ഗ്രീഷ്മ ഈ കൊലപാതകം നടത്തിയത്, ഈ പറഞ്ഞതുപോലെ നെറ്റിൽ സെർച്ച് ചെയ്യുന്നു, നേരത്തെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തത് എന്നതായിരുന്നു ഗ്രീഷ്മ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ